ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് ഐസർ. ഐസറിൻ്റെ വിവിധ അക്കാഡമിക് കോഴ്സിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയായ IAT 2025 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപേക്ഷ ക്ഷണിച്ചു തുടങ്ങി. ഇന്ത്യയിലെ ശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥാപനമാണ് ഐസർ. ശാസ്ത്ര വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ സ്ഥാപിതമായതാണ് ഉയർന്ന നിലവാരമുള്ള ഈ സ്ഥാപനം. തിരുവനന്തപുരം അടക്കം 7 സ്ഥാപനങ്ങളിലാണ് ഐസറിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. കൊൽക്കത്ത, പൂനെ, മൊഹാലി, ഭോപ്പാൽ, തിരുപ്പതി, ബെർഹാംപൂർ എന്നിവയാണ് മറ്റിടങ്ങൾ. വ്യത്യസ്തങ്ങളായ ഐസറുകളിൽ വ്യത്യസ്തങ്ങളായ അക്കാഡമിക് പ്രോഗ്രാമുകളാണ് ഉള്ളത്. മൊത്തം 2000-ലധികം സീറ്റുകളാണുള്ളത്. ഇനി പ്രധാന തീയതികൾ പരിശോധിക്കാം. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന ദിവസം 10/3/2025. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം 15/4/2025. അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന ദിവസം ഏപ്രിൽ 21 തൊട്ട് ഏപ്രിൽ 22 വരെ. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങുന്ന ദിവസം 15/5/2025. പരീക്ഷാ തീയതി 25/5/2025 രാവിലെ 9 മണിക്ക്. അതേ ദിവസം തന്നെയാണ് ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുന്നതും 25/5/2025. +2 തലത്തിൽ 60% മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാം. SC, ST, PW കാറ്റഗറിക്ക് 55% മതി. ശതമാനം കണക്ക് കൂട്ടുന്നത് എല്ലാ വിഷയങ്ങൾക്കും ചേർന്നാണ്, സയൻസ് സബ്ജക്റ്റ് മാത്രമായിട്ടല്ല. ഇനി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളും അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ സൈസും പറയാം. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും 200 KB വരെ ആകാം. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം 200 KB മുതൽ 1 MB വരെ ആകാം. ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോട്ടോ ID, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, പിന്നെ ഓരോരുത്തർക്കും ആവശ്യമായ എല്ലാ സർട്ടിഫിക്കറ്റും, ഫോംസും, റിസർവേഷൻ ഉള്ളവർ, സ്പോർട്സ് മെറിറ്റ് ഉള്ളവർ, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അഡീഷണൽ ആയിട്ട് നൽകേണ്ട എല്ലാ സർട്ടിഫിക്കറ്റിലും എല്ലാത്തിനും സൈസ് 200 KB മുതൽ 1 MB വരെ ആകാം. 12th സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന 12th മാർക്ക് ഷീറ്റാണേ. ഈ 12th മാർക്ക് ഷീറ്റ് കിട്ടാത്തവർ എന്ന് പറഞ്ഞാൽ 12th പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, അനക്സിലുള്ള ഈ പ്രോസ്പെക്ടസിൽ അനക്സിലുള്ള ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അത് അത്യാവശ്യമായും പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞ് ലഭിക്കുന്ന മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി അഥവാ സ്കാൻഡ് കോപ്പി 2025 ജൂൺ 16 മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കണം. ജൂൺ 16 മുമ്പ് അത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ യോഗ്യത നേടിയാൽ പോലും അഡ്മിഷൻ ലഭിക്കില്ല. ഇനി കോഴ്സുകളെ പരിചയപ്പെടാം. ആദ്യത്തെ കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. 5 year BSMS. BS മീൻസ് ബാച്ചലർ ഓഫ് സയൻസ്, MS മീൻസ് മാസ്റ്റർ ഓഫ് സയൻസ്. അങ്ങനെ 2 ഡിഗ്രിയാണ്, ഡ്യുവൽ ഡിഗ്രി. 5 year BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഫോർ സയൻസ് സ്റ്റുഡൻസ് അറ്റ് ഓൾ ഐസേഴ്സ്. എല്ലാ ഐസറിലും ഇതിന് അഡ്മിഷൻ നൽകുന്നു. രണ്ടാമത്തെ കോഴ്സ് 5 year BSMS ഡ്യുവൽ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റ സയൻസ് ആണ്. അത് കൊൽക്കത്ത ഐസറിൽ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത് 4 year BS ഡിഗ്രി ഇൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്. അത് ഭോപ്പാൽ ഐസറിൽ മാത്രമാണുള്ളത്. അടുത്തത് 4 degree BS ഡിഗ്രി ഇൻ എക്കണോമിക് സയൻസ്. അത് തിരുപ്പതി ഐസറിൽ മാത്രമാണുള്ളത്. അടുത്തത് BTech കോഴ്സാണ്. അത് ഭോപ്പാലിൽ മാത്രമാണുള്ളത്. 4 year BTech ഇൻ ബ്രാഞ്ചുകൾ കെമിക്കൽ എഞ്ചിനീയറിങ്, ഡാറ്റാ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, പിന്നെ ഇവിടെയുള്ളത് കമ്പ്യൂട്ടർ സയൻസുമാണ്. അത് ഭോപ്പാൽ ഐസറിൽ മാത്രമാണ് ഉള്ളത്. കുട്ടികളിൽ ഏറെ പേരും പ്രിഫർ ചെയ്യപ്പെടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന BSMS ഡ്യുവൽ ഡിഗ്രി ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. 5 വർഷങ്ങളിൽ ആദ്യ 2 വർഷങ്ങളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, എർത്ത് ആൻഡ് എൻവിറോൺമെൻ്റൽ സയൻസ്, ഹ്യൂമാനിറ്റി എന്നീ വിഷയങ്ങളെ ആധാരമാക്കിയുള്ള പഠനമാണ്. 3-4 വർഷം കുട്ടികൾ സ്പെഷ്യലൈസ് ചെയ്ത്
ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ പഠിക്കണം. അവസാന വർഷം റിസർച്ച് വർക്കാണ്. പ്രധാനമായും 3 ചാനലുകൾ വഴിയാണ് ഐസറിൽ പ്രവേശനം ലഭിക്കുന്നത്. ഒന്നാമത്തെ ചാനൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന IIT എൻട്രൻസ് എക്സാമിനേഷനാണ്. രണ്ടാമത് KVPY സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ നേരിട്ട് പ്രവേശനം ലഭിക്കും. മൂന്നാമത് JEE അഡ്വാൻസ് പരീക്ഷയിൽ മികച്ച റാങ്ക് കിട്ടിയ കുട്ടികൾക്കും ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആവശ്യമില്ല, നേരിട്ട് ഐസറിൽ പ്രവേശനം ലഭിക്കും. ബാംഗ്ലൂരിലെ IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അവിടെ നടക്കുന്ന BS റിസർച്ച് പ്രോഗ്രാമിലേക്കും മദ്രാസ് IITയിൽ നടക്കുന്ന BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്കും IAT അഥവാ ഐസർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ അഡ്മിഷൻ ലഭിക്കും. ഈ 2 കോഴ്സുകൾക്ക് മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. ഇനി പരീക്ഷയെപ്പറ്റി. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT ടെസ്റ്റാണ് ഈ പരീക്ഷയിൽ. എക്സാമിനേഷൻ 9 മണിക്ക് തുറക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 7 മണിക്ക് മുമ്പായിട്ട് സെൻട്രൽ റിപ്പോർട്ട് ചെയ്യണം. 8:30 ശേഷം ചെന്നാൽ എക്സാമിനേഷൻ എഴുതാനേ സാധിക്കത്തില്ല. ഇനി എക്സാമിനേഷനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് 4 വിഷയങ്ങളാണുള്ളത്. 4നും 15 ചോദ്യങ്ങൾ വീതമാണുള്ളത്. ഫിസിക്സ് 15 ചോദ്യം, 4 മാർക്ക് വീതം 60 മാർക്ക്. കെമിസ്ട്രി 15 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതം 60 മാർക്ക്. ബയോളജിയും 15 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതം 60 മാർക്ക്. മാത്തമാറ്റിക്സും 15 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതം 60 മാർക്ക്. മൊത്തം 240 മാർക്ക്. ശരി ഉത്തരം 4 മാർക്ക്, തെറ്റുത്തരം 1 മാർക്ക് കുറയും. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നർത്ഥം. ഉത്തരം നൽകിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 0 മാർക്ക് മാത്രമാണ് ഉള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം പഠിച്ചവർക്കും അപേക്ഷ അയക്കാൻ സാധിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്തമാറ്റിക്സ് കാണും. BTechകാർക്ക് മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് മാത്രമേ BTechന് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ഏത് കോഴ്സിനാണ് താല്പര്യമെന്ന് ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം കൗൺസിലിംഗ് സമയത്ത് നടത്തുന്ന ഓൺലൈൻ സംവിധാനത്തിൽ മാത്രം പറഞ്ഞാൽ മതി. ഐസറിലെ പഠനം പൂർണ്ണമായും വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് നടക്കുന്നത്. ഹൈ ക്വാളിഫൈഡ് ഫാക്കൽറ്റിയും നല്ല രീതിയിൽ നടക്കുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റികളുമാണ് ഇവിടെ ഉള്ളത്. പഠനേതര പ്രവർത്തനങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. മേൽപ്പറഞ്ഞ കോഴ്സുകളെ കൂടാതെ ഗേറ്റ്, CSIR, UGC എന്ന പോലെയുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സായ വ്യക്തികൾ PhD പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം, പോസ്റ്റൽ ഡോക്ടറൽ റിസർച്ചുമൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഐസറുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള അക്കാഡമിക് ബന്ധമുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.